ഹായ്, വിദേശത്ത് MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നാഷണൽ മെഡിക്കൽ കൗൺസിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കോളേജാണോ നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ WHO അംഗീകാരമുള്ള കോളേജാണോ എന്നുള്ളതും പരിശോധിക്കണം. അമേരിക്കയിൽ പഠിക്കുവാനും ഡോക്ടറായി സേവനമനുഷ്ഠിക്കാനും താല്പര്യപ്പെടുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ECFMG അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജാണോ എന്നുള്ളതും പരിശോധിക്കേണ്ടതാണ്. വിദേശ മെഡിക്കൽ വിദ്യാഭ്യാസം നിങ്ങളെ അമിതമായ ഫീസിൽ നിന്നും രക്ഷപ്പെടുത്തും. ഇന്ത്യയിൽ ഗവൺമെന്റ് സീറ്റുകളിലല്ല നിങ്ങളുടെ കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ നൽകേണ്ടി വരുന്ന ഭീമമായ തുകയെക്കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ അടിക്കേണ്ട. ട്യൂഷൻ ഫീസ്, താമസം, ഭക്ഷണം ഉൾപ്പെടെ 30 ലക്ഷം രൂപയിൽ താഴെ മാത്രം ചിലവ് വരുന്ന കോളേജുകളിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കും. ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിലെ കോളേജുകളിൽ പഠിച്ചാൽ പഠന ഭാഷ ഇംഗ്ലീഷ് ആയതിനാൽ നമ്മുടെ കുട്ടികൾക്ക് പഠനം എളുപ്പമുള്ളതാകും. അഡ്മിഷൻ ലഭിക്കുന്നതിന് IELTS യോഗ്യത ആവശ്യവുമില്ല. അഡ്മിഷൻ നേടുന്നതിനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്തെല്ലാമാണ്? നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങളിൽ 50% മാർക്കും ഉണ്ടായിരിക്കണം. ചില കോളേജുകൾ ഓൺലൈൻ ഇന്റർവ്യൂസ് നടത്തുന്ന പതിവുണ്ട്. എന്നാൽ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിനാൽ കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ല. ഒട്ടുമിക്ക ഹോസ്റ്റലുകളിലും ഇന്ത്യൻ ഭക്ഷണം ലഭിക്കുന്നതിനാൽ നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുവാൻ ഇടയില്ല. എന്ന് മാത്രമല്ല, 10,000 കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവിടെ ഉള്ളതിനാൽ നാട്ടിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്നുള്ളൊരു തോന്നലും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കടന്നു പോകുന്ന ഓരോ ദിവസങ്ങളും നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ കരിയറിലെ ഒരു ദിനമാണ്. മേൽപ്പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്ന അനുയോജ്യമായ ഒരു കോളേജിലേക്ക് സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേഗം തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യും.